മാല കിട്ടി. മാല സാവ് പെട്ടിക്കകത്ത് തേച്ച തുണിയുടെ കൂടെ ഉണ്ടായിരുന്നു. ADGP MR അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചീറ്റ്. അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നും കണ്ടെത്താനായില്ലെന്നും കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ അപാകതയില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, PV അൻവർ MLA ആരോപണം നടത്തിയതെല്ലാം തെറ്റായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതായത് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ വ്യക്തമാകുന്നത് MR അജിത് കുമാർ, ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെല്ലാം തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് MR അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നാണ്. ആ ഒരു ആരോപണത്തിൽ അന്വേഷണം കൃത്യമായി നടത്തി വന്നിരുന്നു. എന്നാൽ അതിൽ കൃത്യമായി തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ വിജിലൻസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ MR അജിത് കുമാറിനെതിരായ ഈ സ്വർണ്ണക്കടത്തിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിരുന്ന PV അൻവർ MLAക്ക് തെളിവുകൾ ഹാജരാക്കാനും സാധിച്ചിട്ടില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി അത് വെറും ആരോപണമാണ് എന്നുള്ളൊരു കണക്കൂട്ടലിൽ തന്നെയാണ് പോകുന്നത്. അതേസമയം അടുത്ത മറ്റൊരു കാര്യം, അതായത് MR അജിത് കുമാർ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നിരുന്നു. അനധികൃതമായി സമ്പാദിച്ച പണത്തിൽ നിന്നാണ് വീട് നിർമ്മാണം നടത്തിയത്. കവടിയാറിൽ പണിയെടുപ്പിക്കുന്ന വീട്ടിൽ ആ ഒരു പണമെല്ലാം അനധികൃതമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള അന്വേഷണം നടന്നപ്പോൾ അതിൽ വ്യക്തമാകുന്നത് വായ്പ എടുത്തുകൊണ്ടാണ് MR അജിത് കുമാർ ഈ വീട് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വായ്പയുടെ തെളിവുകൾ MR അജിത് കുമാർ തന്നെ ഹാജരാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങൾ വസ്തുതാപരമാണെന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിലേക്കാണ് അന്വേഷണം നീങ്ങിയത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, MR അജിത് കുമാർ ബന്ധുക്കളുമായി ഇടപെട്ട് സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അതിൽ തെളിവുകളില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി MR അജിത് കുമാർ നടത്തി എന്ന് പറയുന്നതിലും ആരോപണം മാത്രമാണ് നിലനിൽക്കുന്നത്. അതിലും തെളിവുകളില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ DGP ആകാനിരിക്കുന്ന ഒരു സാഹചര്യം MR അജിത് കുമാറിനുണ്ട്. അതിന് അനുകൂലമാകുന്ന വിധത്തിൽ തന്നെയായിരിക്കും ഈ റിപ്പോർട്ട് വരുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ നിലവിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടുണ്ട്. വളരെ അനുകൂലമായുള്ള സാഹചര്യം തന്നെയാണ് MR അജിത് കുമാറിനുള്ളത്. ADGPക്കെതിരായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് നിലനിൽക്കുന്ന സാഹചര്യം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളൊന്നും വസ്തുതാപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലാണ് അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത്. ഏതായാലും കേസുകൾ അന്വേഷിക്കുമ്പോൾ തന്നെ MR അജിത് കുമാറിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി DGP സ്ഥാനത്തേക്ക് സാങ്കേതികപരമായി ഒരു തടസ്സവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വൃന്ദ, വിഷ്ണു, സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള വിമർശനം എല്ലാം നേരത്തെ തന്നെ പ്രതിപക്ഷവും PV അൻവറും ഉന്നയിച്ചിരുന്നു. ഈ ഒരു നിലപാട്, ഈ നിലവിലുള്ള ഈ ഒരു കണ്ടെത്തൽ എങ്ങനെയായിരിക്കും ഈ പ്രതിപക്ഷവും അതേപോലെ തന്നെ ഈ അൻവറും കാണാൻ സാധ്യതയുള്ളത്? ഇവർ ഇതിനെ തള്ളുമോ അതോ പിന്തുണയ്ക്കുമോ? ഏതായാലും വിജിലൻസ് അന്വേഷണത്തിന്റെ ഈ ഒരു തീരുമാനങ്ങൾ, അതായത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ഏതായാലും പ്രതിപക്ഷം അംഗീകരിക്കാനുള്ള സാധ്യത തീരെയില്ല. പ്രതിപക്ഷം ഇതിനെ എതിർത്ത് തന്നെ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. PV അൻവർ MLAയും അത്തരത്തിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. എന്നാലും ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു MR അജിത് കുമാറിന് അനുകൂലമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിമർശനങ്ങൾ ഉയർന്നു വരും. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നുള്ള ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെയുണ്ട്. അത് ഇനിയും ക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഏതായാലും ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു നിലപാടാണ് വന്നിരിക്കുന്നത്. എന്നാൽ DGP ആദ്യഘട്ടത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അതിന് വളരെ വൈകിയാണ് ഒരു ഉത്തരവ് വന്നിരുന്നത്. അതിനുശേഷമാണ് ഈ അന്വേഷണം മുന്നോട്ട് വന്നത്. അതുവരെയും വലിയ വിമർശനങ്ങളുള്ളത് വിജിലൻസിന് വിടുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല, കീഴുദ്യോഗസ്ഥർ മാത്രമാണ് അന്വേഷണം നടത്തുന്നത്, DGP നൽകുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ DGPയുടെ ശുപാർശ ഒന്നും അംഗീകരിക്കപ്പെടുന്നില്ല
ചെയ്യപ്പെടുന്നില്ല എന്നടക്കമുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീടാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് വന്നത്. വിജിലൻസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു വിഷയം വലിയ ഗൗരവമുള്ള വിഷയം തന്നെയായിരുന്നു എന്ന് അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോയത്. പിന്നീട് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ഈ ഒരു വിഷയം ഇങ്ങനെ, അതായത് എം ആർ അജിത് കുമാറിന് പിന്തുണ ലഭിക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഇതിന് വീണ്ടും ഒരു കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. ഏതായാലും നിലവിൽ ക്ലീൻ ചിറ്റ് നൽകാനുള്ള തീരുമാനം ആകും ഉണ്ടാവുക. ഏതായാലും 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ശരി വിഷ്ണു. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വൈകിട്ട് 3:30 ഓൺലൈനായിട്ടാണ് യോഗം നടക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കലും വീടുകളുടെ നിർമ്മാണത്തിലും അന്തിമ തീരുമാനം വരും. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ പങ്കുവയ്ക്കും. വിഷ്ണു, വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാനായി